ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. ജനുവരി 16 കർമ്മസ്ഥാനത്ത് 10ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിലേക്ക് ആ കുജൻ രാശി മാറുകയാണ്. സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ജനുവരി 14 മകരം രാശിയിലേക്ക് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. 17 ആ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ശുക്രനും ജനുവരി 13 ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ഗുരു ഇപ്പോൾ 3 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ശനി 12 രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. ഇപ്പോൾ ജനുവരി മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും മറ്റ് 3 ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, ബുധൻ, ശുക്രൻ, ഈ 3 ഗ്രഹങ്ങളും ജനുവരി പകുതിയോടുകൂടി കർമ്മസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. പൊതുവെ ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ്. കാരണം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്തും അത് കഴിഞ്ഞ് പകുതിയോടുകൂടി കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലും വരികയാണ്. ഇപ്പോൾ ജന്മരാശ്യാധിപന് ബലമുള്ള സമയമാണ്. അപ്പം കൂടുതൽ ഊർജ്ജസ്വലത, ഉന്മേഷം, പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമായിരിക്കും. എങ്കിലും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ സമയമാണ്, 12 ശനി നിൽക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് മാനസികമായിട്ടുള്ള ചെറിയ സ്ട്രെസ്സ് ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല രവി, കുജൻ, ബുധൻ, ശുക്രൻ അവസാന പകുതിയൊക്കെ ആ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ പൊതുവെ ആ സൂര്യനും ചൊവ്വയൊക്കെ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് നമുക്ക് ഈ വർക്കിലായാലും അതുപോലെ കുടുംബ കാര്യങ്ങളിലുമൊക്കെ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക വഴി ഉണ്ടാകാവുന്ന ഒരു ക്ഷീണം. ഇപ്പോൾ വർക്കിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ വർക്കിലൊക്കെ കാര്യക്ഷമതയൊക്കെ കാണിക്കുക വഴി ഉണ്ടാകാവുന്ന ആ വർക്കിലെ ഒരു ക്ഷീണം. അതുപോലെ ചിലർക്ക് ജോയിൻ്റ് പെയിൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ശനി 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ആഹാരത്തിൽ അല്പം കെയർ വേണം. അതുപോലെ ഇപ്പോൾ 5 കേതു സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതിലൊക്കെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ജനുവരി മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുകയാണ്. അപ്പോൾ കർമ്മഭാവാധിപൻ 12 നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം വർക്ക് പ്രഷറൊക്കെ കൂടും. അതേസമയം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും മറ്റ് ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, അതുപോലെ ബുധൻ, ശുക്രൻ ഒക്കെ തന്നെ 9ാം ഭാവരാശിയിലും 10ാം ഭാവരാശിയിലും ഒക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ സഡനായിട്ടുള്ള മാറ്റങ്ങൾ, ഉയർച്ച, അതുപോലെ അധികാരതലത്തിലും നേതൃതലത്തിലും ഒക്കെ തിളക്കം കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റെടുത്ത വർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കഴിയും. അതുപോലെ രവിയും കുജനും ഒക്കെ തന്നെ പൊതുവെ 2 ആഗ്നേയ ഗ്രഹങ്ങളാണ്. ഈ 2 ആഗ്നേയ ഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്തൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ
ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അത് കഴിവതും ഒഴിവാക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. അവർക്ക് ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ഇപ്പോൾ സർക്കാർ തൊഴിലിനൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമായിരിക്കും. തൊഴിൽ തലത്തിൽ പൊതുവെ ഓക്കുപ്പേഷണൽ സ്കില്ല്, ഒരു കോമ്പീറ്റൻസ് കൂടുന്ന സമയം എന്ന് പറയാം. ചില നേതൃതലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആ തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നു. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ, അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ഈ 3 ഗ്രഹങ്ങളും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ് വികസിപ്പിക്കുന്നതിനും അതിനുള്ള പ്ലാനും അതിനുള്ള തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്ന സമയമായിരിക്കും. അതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ പുത്തൻ ബിസിനസ് തന്ത്രങ്ങൾക്കൊക്കെ രൂപം കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ 7ലും 9ലും 11ലും ഒക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ ഗുരു വക്രസ്ഥിതിയിലായതുകൊണ്ട് ബിസിനസ് സ്ട്രാറ്റജി ഇതൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന് അനുകൂല സമയമെന്ന് പറയാം. ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഉണ്ടാകും. ഇപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ബിസിനസ്സിലെടുക്കാൻ കഴിയും. പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജനുവരി മാസം കറക്റ്റ് അനുകൂലമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം പോസിറ്റീവ് എനർജിയുടെ മാസം എന്ന് പറയാം. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ഇവയൊക്കെ തന്നെ ആദ്യ പകുതി ഭാഗ്യസ്ഥാനത്താണ്. അതുപോലെ അത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഫോക്കസ് കൂടുന്ന സമയമാണ്. അതുപോലെ അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രയത്നത്തിന് റിച്ച് ആയിട്ടുള്ള റിവാർഡ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഉയർന്ന തലത്തിലൊക്കെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ സാധ്യമാകുന്ന സമയമാണ്. ഹയർ എഡ്യൂക്കേഷനിൽ ഏർപ്പെട്ടിട്ടുള്ള പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പഠനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും. അതിനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. അതൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ടുള്ള റിലേഷൻസൊക്കെ അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് സാമ്പത്തിക സ്ഥിതി, ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന മാസം എന്ന് പറയാം. ഇപ്പോൾ 11 രാഹു, അത് ധനാഗമം കൂടുന്നതിനുള്ള വഴികൾ കാണിച്ചു തരും. അതുപോലെ തന്നെ അതുവഴി ധനലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശത്ത് സോഴ്സുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. മിക്ക ഗ്രഹങ്ങളും, അതായത് ചൊവ്വ, അതുപോലെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഇതൊക്കെ ഭാഗ്യസ്ഥാനത്തൂടെ പോകുന്ന സമയമാണ്. അതുപോലെ കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 12ലാണ് എന്നുള്ളത് കൊണ്ട് വിദേശത്തുനിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം എങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഈ കൂറുകാർക്ക് ജനുവരി മാസത്തിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കുടുംബത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ, അവയ്ക്കൊക്കെ വേണ്ടി പണം ചെലവ് ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് മാസത്തിൻ്റെ ആദ്യ പകുതി. അത് കഴിഞ്ഞ് കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു. അപ്പോൾ അതുപോലെ തന്നെ ശുക്രനോടൊപ്പം തന്നെ 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും ഉണ്ട്.
അപ്പോൾ 7 ഗുരുദൃഷ്ടി ഉണ്ട്. അപ്പോൾ പൊതുവെ ഗുരു വക്രത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിലും വിവാഹ ആലോചനകൾ വരാവുന്ന സമയമാണ്. എങ്കിലും അത് അപ്പടി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധയൊക്കെ വേണം. അതുപോലെ ചിലർക്ക് ചിലപ്പോൾ തൊഴിലിടത്ത് നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അതുപോലെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5 കേതു ഉണ്ട്. അത് അത്രത്തോളം ഒരു ഗുണം ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു കേതു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. ഒരു സംതൃപ്തി ഇല്ലായ്മ, ഒരു ഭൗതിക സുഖത്തിൽ നിന്നും സുഖത്തിന് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ പൊതുവെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹം എന്ന് പറയാം. ഇപ്പോൾ 5ാം ഭാവാധിപൻ, അതായത് സൂര്യൻ ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഭാവത്തിൻ്റെ 6ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ശത്രുതാ മനോഭാവം, ഈഗോ ഇഷ്യൂസ്, അത് മുഖാന്തരം ബന്ധത്തിലൊരു സംതൃപ്തിക്കുറവൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും. ആദ്യ പകുതിയൊക്കെ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദമ്പതിമാർക്കൊക്കെ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രമേണ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്ത് ശുക്രൻ ആ 7ാം ഭാവത്തിൻ്റെ 4ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും ദാമ്പത്യബന്ധത്തിൽ. എങ്കിലും ശുക്രന് സൂര്യനുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതുപോലെ ചൊവ്വയുമായിട്ടുള്ള കണക്ഷൻ, രവിയും കുജനും അതുപോലെ ശുക്രനും. അപ്പോൾ ആ സൂര്യനും ശുക്രനുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ദമ്പതികളുടെ ഭാഗത്ത് ഉണ്ടാകാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ലൊക്കെ പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടി ഉള്ള സമയമാണ്. മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചൊവ്വയും അതുപോലെ സൂര്യനും ശുക്രനും ബുധനും ഒക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുടുംബ സൗകര്യങ്ങൾ, കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും, കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, കുടുംബസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. ഇപ്പോൾ വീടോ വാഹനങ്ങളോ, ഇപ്പോൾ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുന്നതിനോ അവയുടെ കേടുപാടുകൾ തീർക്കുന്നതിനോ ഒക്കെ ഒരു ശ്രമം ഉണ്ടാകും. അങ്ങനെ കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അപ്പോൾ രവിയും കുജനും ഒക്കെ 4 ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധ വേണം. അതുപോലെ ചിലപ്പോൾ അംഗങ്ങൾക്കിടയിൽ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നത് അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ കുടുംബജീവിതവും സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. ജനുവരി 9, 10, 14, 15, അതുപോലെ 23, 24, 25 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ മേടക്കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. ആ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ജനുവരി മാസത്തിലെ, അതായത് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഇത് ഒരു പൊതുഫലമായിട്ട് കാണണം. ഇപ്പോൾ ഈ കുറുകാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക്, മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, ഇപ്പോൾ നടക്കുന്ന അപകാരം, ഇപ്പോൾ നടക്കുന്ന ഛിദ്രം, അത് ഈ പൊതുഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ നമുക്ക് ഈ പൊതുഫലത്തിൽ പറയുന്നതിനേക്കാളും ഗുണാനുഭവം കൂടും. അതുപോലെ തന്നെ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഈ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ മേടക്കൂറിൽ ചിലർക്ക് മാത്രമേ മേടലഗ്നം വരികയുള്ളൂ. ഇപ്പോൾ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരും. അപ്പോൾ മേടക്കൂറിൽ പെടുന്ന മേടലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ
ആ ലഗ്നം ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അതിനനുസരിച്ചുള്ള ഗ്രഹസ്ഥിതികൾ ഇതൊക്കെ നമ്മൾ പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതൊക്കെ പൊതുഫലത്തിൽ സ്വാധീനം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ലഗ്നക്കാർ അല്ലാത്ത മറ്റു ലഗ്നക്കാരായിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി അത് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ അവർക്ക് നമുക്ക് ഈ കൂറിൻ്റെ ഫലവും അവരുടെ ലഗ്നഫലവും ആ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ജനുവരി മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നത്തിനാണ്. അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് അതിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.